ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടു. ഇനി 1 കപ്പ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ഒരു 1/4 സ്പൂൺ ഉപ്പ്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്, അതിന് 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പരുവത്തിനാക്കി എടുക്കാം. ഉപ്പും പൊടിയും കൂടെ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. നമുക്കിനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല, കാരണം പൊടി നനയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അത് എത്രമാത്രം നനയണമെന്നതുപോലെ. ഈ ഒരു പരുവത്തിന് നമുക്ക് പൊടി നനച്ചെടുക്കുക. ഇതിൻ്റെ പരുവം എന്തുവാന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് നല്ല പൊടിയായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ അമുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. പക്ഷേ വീണ്ടും നമ്മളതിങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് സോഫ്റ്റായിട്ട് മാറും. ഇതുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റാണ് ഈ സാധനം. ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പുട്ടുകുറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വാരി വെക്കാം. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ബാക്കി മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് കൊണ്ടുള്ള പുട്ടാണ്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ്, ഒട്ടും കട്ട പിടിക്കത്തില്ല. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.